ഹായ് ഹലോ അസ്സലാമലൈക്കും. ഞാൻ എൻ്റെ ഒരു ഈസി മന്തി റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. എൻ്റെ കസിൻ സിസ്റ്റേഴ്സൊക്കെ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. മസാല പൗഡറുകളൊന്നും ആഡാക്കാതെ ഈസി ആയിട്ട് എങ്ങനെയാണ് മന്തി തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള, ക്യാപ്സിക്കൻ, മല്ലിയില. ഇനി ഒരു പാനിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നായി നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത ക്യാപ്സിക്കൻ, സവാള, മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ട്രൈ ലെമണും അതുപോലെ തന്നെ സ്പൈസസുകളായിട്ട് ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ചെറിയ ജീരകം, വലിയ ജീരകം, ബേ ലീഫ്, കുരുമുളക്, മല്ലി, 4 മാഗി ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഫുഡ് കളർ ആഡ് ആക്കിയിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്. പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അതിലേക്ക് 5 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡും ഒരുപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇവിടെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് ഓയിൽ വേറൊരു ബൗളിലേക്കൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ച ബസുമതി റൈസ് ഒന്ന് വേവിച്ചെടുത്തിട്ട് ചിക്കൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് മാറ്റി വെച്ച ഓയിലും അതുപോലെ തന്നെ ഫുഡ് കളറും ആഡാക്കിയിട്ട് കുറഞ്ഞ സിമ്മിലിട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതുപോലത്തെ മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈസി റെസിപ്പിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റാണ്, വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയൂലേ, അതുപോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.